PR അരവിന്ദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരവിന്ദ്, അവിടെ അപകട സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. അരവിന്ദ്, ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? രക്ഷാദൌത്യമൊക്കെ ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയുന്നത് കണ്ടു. ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് പൂർണ്ണമായി നീക്കിയിട്ടുണ്ടോ? ദിവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് BJ കോളേജ്, വിമാനം വീഴുന്നു എന്ന് പറയുന്ന BJ കോളേജിൻ്റെ തൊട്ട് താഴെയാണ്. ഈ കെട്ടിടത്തിന് മുകളിലാണ് ആദ്യമായി വിമാനം വീഴുകയും അതിന് പിന്നാലെ സമീപത്തേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ സ്ഥലങ്ങളിലേക്ക്, സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് അടക്കം പതിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എനിക്ക് തൊട്ട് പിന്നിൽ വിമാനത്തിൻ്റെ ചിറകാണോ, നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ചിറകാണോ വിമാനത്തിൻ്റെ പിൻഭാഗമാണോ എന്നടക്കം മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ പൂർണ്ണമായും ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ തകർന്ന് കിടക്കുന്നത്. പൂർണ്ണമായും ഇവിടെ ഈ മേഖല പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. ഒരു കാട്ടുതീ എങ്ങനെയാണോ ഈ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു കാട്ടുതീ എങ്ങനെയാണോ ഉണ്ടാകുന്നത്, ആ ഒരു സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ സമീപത്തെ കെട്ടിടങ്ങളിലെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 100-200 മീറ്ററോളം ദൂരത്ത് തന്നെ ഈ കെട്ടിടങ്ങൾ, ഇവിടെ ഈ പൊട്ടിത്തെറിയുടെ ആഘാതങ്ങൾ ഉണ്ടായിരുന്നു. വിമാനങ്ങൾ പൂർണ്ണമായും, ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തിക്കരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോഴും ചില കെട്ടിടങ്ങളിലെ നിലകളിൽ അപ്പോഴും അഗ്നി പടരുന്നുണ്ട്. അത് അണയ്ക്കുവാനുള്ള അവസാനഘട്ട ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടെ തന്നെ ഇവിടേക്ക് നിരവധി ആളുകൾ എത്തുകയാണ് ഇവിടെ വിമാന അവശിഷ്ടങ്ങൾ കാണുവാനും അതുപോലെ തന്നെ കാണുവാൻ വേണ്ടി ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് അടക്കം നിരവധി പേർ ഇങ്ങോട്ട് എത്തുകയാണ്. അവരെ നിയന്ത്രിക്കുന്ന നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. എന്തായാലും വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു കെട്ടിടം, ഈ BGMS ഹോസ്റ്റലിന്റെ സമീപത്തുള്ള ഒരു കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോഴും ആ നിലയിൽ മൂന്നാമത്തെ നിലയിൽ ഇപ്പോഴും അഗ്നി, ഇപ്പോഴും തീ പിടുത്തം നടക്കുന്നുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആ കെട്ടിടത്തിലാണോ ഈ വിമാനം വന്നിടിച്ച് താഴേക്ക് തകർന്നു വീണത്? ദിവ്യ, ഈ കെട്ടിടമല്ല. ഞാനിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണും, ക്യാമറമാനോട് പറയുമ്പോൾ ക്യാമറമാൻ അതുൽ ചന്ദ്രൻ ആ ദൃശ്യങ്ങൾ കാണിക്കും. ഈ കെട്ടിടം, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കെട്ടിടത്തിലാണ് ആദ്യമായി വിമാനം പതിക്കുന്നത്. ഇതാണ് BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്ന കെട്ടിടം. ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലാണ് BJ ഹോസ്റ്റൽ ആ ദൃശ്യം. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് വിമാനം ആദ്യം പതിക്കുകയും അവിടെ നിന്ന് വലിയൊരു പൊട്ടിത്തെറിയിലൂടെ സമീപത്തെ പ്രദേശങ്ങളിലേക്ക് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പതിക്കുകയും ചെയ്തിരുന്നത്. വിമാനത്തിൻ്റെ എഞ്ചിൻ ഇവിടെ സമീപത്തൊരു കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് പതിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ അത് കണ്ടതാണ്. അപ്പോൾ എത്രത്തോളം ഭയാനകരമായിരുന്നു. 1:17 വിമാനം പറന്നു വരുന്നു. കേവലം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ അപകടം സംഭവിക്കുകയാണ്. ഇവിടെ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ വിമാനത്തിൻ്റെ പാത നോക്കുകയാണെങ്കിൽ അത് വേറൊരു രീതിയിലാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ വന്ന് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ വീഴുകയും പിന്നീട് വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഏകദേശം 100 മീറ്ററിലധികമാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം എത്തിയത് ഇവിടെ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചിരുന്ന സ്ഥലമാണ്. അത് ഏകദേശം 100-200 മീറ്റർ അപ്പുറത്താണ്. അപ്പോൾ എത്രത്തോളം ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഇവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. വിമാനത്തിൻ്റെ ചിറകെന്ന് കരുതുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ പൂർണ്ണമായും ചിന്നി ചിതറി കിടക്കുകയാണ്. എന്തായാലും ഇതൊക്കെ നീക്കാനുള്ള നടപടിക്രമങ്ങൾ NDRFിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ബാക്കി നടപടിക്രമങ്ങളടക്കം പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് അന്വേഷണങ്ങൾ നടക്കുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, കാരണം കൃത്യമായി എങ്ങനെയാണ് അപകടം ഉണ്ടായെന്നൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷികൾ ചിറകിലേക്ക് അടിച്ചതാണോ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകളാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പരിശോധനകൾ നടക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയാൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായൊരു വ്യക്തത നമുക്ക് നൽകുവാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ ഇത് കണ്ടെത്തുവാനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ വേണ്ടി പരിശോധനകൾ നടത്തുന്നവരാണ്. ഏതെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സിന് വേണ്ടി അടക്കമുള്ള പരിശോധനകളാണെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എയർ ഇന്ത്യ അധികൃതരും അതുപോലെ തന്നെ DGCA അധികൃതർ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ കൃത്യമായ പരിശോധന, കാരണം ബ്ലാക്ക് ബോക്സ് ആണ് എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക. 242 പേരുമായി ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമായിരുന്നു എയർ ഇന്ത്യ വിമാനം. 1:17 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇതിന് പിന്നാലെ അപകടം. എന്തായാലും ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് എന്ന് കരുതുന്ന ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ട്. അതാണോ എന്നുള്ള പരിശോധനയിലാണ്
ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഫ്ലൂറസെന്റ് ഓറഞ്ച് കളറിലുള്ള വസ്തു, ആ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമ്പോഴും ഫ്ലൂറസെന്റ് ഓറഞ്ച് കളറിലാണ് ഈ വസ്തു ഉള്ളത്. അതിനുവേണ്ടിയുള്ള ആ പരിശോധനകളാണ് ഇപ്പോൾ DGCAയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി എങ്ങനെയാണ് അപകടം നടന്നതെന്നതിൽ ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമായിരിക്കും വ്യക്തത വരുന്നതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നതിലും. വലിയ അപകടം, വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്ന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നു. അത് ഈ മേഖലയിൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്ന ഈ മെഹാനി മേഖലയിൽ വന്ന വിമാനം ഈ കെട്ടിടത്തിന് മുകളിൽ പതിക്കുകയും ഈ മേഖലയെ പൂർണ്ണമായും അഗ്നിക്കിരയാക്കുകയും ചെയ്തിരിക്കുകയാണ്. വിമാന അവശിഷ്ടങ്ങൾ ഇവിടെ ഈ മേഖലയിൽ പൂർണ്ണമായും ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. വിമാനത്തിലുള്ളവർക്ക് മാത്രമല്ല, മറിച്ച് ഈ കെട്ടിടങ്ങളിൽ ഈ സ്വന്തം വിദ്യാഭ്യാസത്തിന് വേണ്ടി BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ അധ്യാപകർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജ് ജീവനക്കാർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി പേർ പൊള്ളലുകൾ ഏറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇവിടെ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് അവർ അനുവദിക്കുന്നില്ല. പരിശോധനകൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള പരിശോധന ഇപ്പോൾ രാത്രി വൈകിയും ഇവിടെ പുരോഗമിക്കുകയാണ്. ദിവ്യ. യെസ്, ബ്ലാക്ക് ബോക്സിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ സംഘം ഈ അപകടമുണ്ടായ അഹമ്മദാബാദിലെ മേഘാനി നഗറിൽ നിന്നാണ് തത്സമയം വിവരങ്ങളും ദൃശ്യങ്ങളും ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത സ്ഥലത്തെത്തുന്ന ആദ്യ മലയാളം ചാനലാണ് മീഡിയ വൺ. നമുക്ക് അവിടെ വിമാനത്തിന്റെ ചിന്നിച്ചിതറിയ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നറിയണമെങ്കിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൽ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ അപകട കാരണം എന്താണ് എന്നതിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ DGCAയുടെ ഉദ്യോഗസ്ഥരും എയർ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ സംഭവസ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ അല്പസമയം മുൻപാണ് രക്ഷാദൌത്യമൊക്കെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ ഇപ്പോൾ ബ്ലാക്ക് ബോക്സിനായുള്ള തെരച്ചിൽ അവിടെ നടന്നുവരികയാണ്. ഉദ്യോഗസ്ഥരൊക്കെ ഓരോ അവശിഷ്ടങ്ങളും, വിമാനത്തിന്റെ കത്തിക്കരിഞ്ഞ ഓരോ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് ഉയർത്തി മാറ്റിക്കൊണ്ട് അതിനകത്തൊക്കെ പരിശോധന നടത്തുകയാണ്. ദുരന്തഭൂമിയിലെത്തിയിരിക്കുകയാണ് മീഡിയ വൺ.